നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ചോ? സെറ്റല്ലേ? അപ്പൊ എന്തായാലും പരീക്ഷ എഴുതി നോക്കാം. അപ്പോൾ പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കമന്റ് ചെയ്യുക. 15 മാർക്കിനാണ് പരീക്ഷ, 13 മാർക്ക് തന്നെയാണ് കട്ട് ഓഫ്. ഇപ്പൊ കട്ട് ഓഫ് കടക്കുന്നതിലുപരി ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരിക്കണം. ഇനി നമ്മൾ ഇത്രയും ദിവസം കട്ട് ഓഫ്, ഇനി അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് വേണം എത്താൻ. ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് വേണം നോക്കാൻ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഉത്തരം എഴുതുക. സ്റ്റാർട്ട് ചെയ്യാം. 10th മെയിൻസ് ഡേ 9 എക്സാം. ആദ്യത്തെ ചോദ്യം, കൊച്ചി രാജ പ്രജാമണ്ഡലത്തിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4 പ്രസ്താവനയാണ്. ആദ്യത്തേത്, കൊച്ചി രാജ പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1949 ജനുവരി 26-നാണ്. രണ്ടാമത്തെ പ്രസ്താവന, കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു VR കൃഷ്ണൻ എഴുത്തച്ഛൻ. മൂന്നാമത്തെ പ്രസ്താവന, കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് നീലകണ്ഠ അയ്യരായിരുന്നു. നാലാമത്തെ പ്രസ്താവന, കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് പയ്യന്നൂരായിരുന്നു. ഓപ്ഷൻസ് നോക്ക, അതില് തെറ്റായത് കണ്ടെത്തുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് കണ്ടെത്തുക. പറവൂർ TK നാരായണപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, പട്ടം താണുപിള്ള. 3. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1, 1949 ജൂൺ 1, 1949 ഓഗസ്റ്റ് 1, 1949 നവംബർ 1. 4. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും എന്ന വിഭാഗത്തിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. TV തോമസ് തൊഴിൽ, PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, KR ഗൗരിയമ്മ റവന്യൂ, AR മേനോൻ വൈദ്യുതി. 5. താഴെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. വർവണ, നീല, മരാളം, കണഭം. 6. താഴെ പറയുന്നവയിൽ താമരയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ശംബരം, നളിനം, വാരിജം, പത്മം. 7. സിനോണിം ഓഫ് ആംപിൾ, സ്പേഷ്യസ്, ഹെയ്റ്റ്, ഫൂളിഷ്, ഫസ്. 8. താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികൾ ഏതൊക്കെ? 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള, ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും. ഈ 4 കൃതികളിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി എന്ന് ഉത്തരം എഴുതാം. 9. 23-ാം കേരള മന്ത്രിസഭയിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര്? P പ്രസാദ്, വീണ ജോർജ്, R ബിന്ദു, K രാജൻ. 10. നിലവിലെ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം? 1, 2, 3, 4. 11. 15-ാം കേരള നിയമസഭയിലെ വനിതാ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 10, 11, 12, 13. 12. മറുപടി കിട്ടാത്ത കത്തുകൾ താഴെ പറയുന്നവയിൽ ആരുടെ കൃതിയാണ്? ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, C അച്യുതമേനോൻ, K കരുണാകരൻ. 13. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭാ അംഗമായ ആദ്യ കേരളീയ വനിതയാണ് ലക്ഷ്മി N മേനോൻ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവിയാണ് G ശങ്കരക്കുറുപ്പ്. ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് വിനിയോഗിച്ച സ്പീക്കറാണ് AC ജോസ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയാണ് EK നായനാർ. അപ്പൊ ഇതില് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 14. വിമോചന സമരത്തെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിലെ 1-ാം മന്ത്രിസഭ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31-നാണ്. വിമോചന സമരം നടന്നത് 1959-ലാണ്.
വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. അപ്പൊ ശരിയായത് ഓപ്ഷൻ സിന്ന് എടുക്കാം. 15. താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണെന്ന് കണ്ടെത്തുക. ആത്മകഥ, പതറാതെ മുന്നോട്ട്, സമരം തന്നെ ജീവിതം, സമരത്തിന് ഇടവേളകൾ ഇല്ല. ഇത്രയാണ് 15 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4 തെറ്റായത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ്. അപ്പൊ ഉത്തരം D ആണ്, 4 മാത്രം. 2, താഴെ പറയുന്നവരിൽ തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് കണ്ടെത്തുക. C, ഇക്കണ്ട വാര്യരാണ്. 3, തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം A, 1949 ജൂലൈ 1. 4, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും എന്ന വിഭാഗത്തിൽ തെറ്റായ ജോഡി D ആണ്. AR മേനോൻ കൈകാര്യം ചെയ്തത് ആരോഗ്യമാണ്, ആരോഗ്യ വകുപ്പ്. വൈദ്യുതി മന്ത്രിയായിരുന്നത് ആരാ? VR കൃഷ്ണയ്യർ ആണ്. നിയമം, വൈദ്യുതി, VR കൃഷ്ണയ്യർ. 5, താഴെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. മരാളമാണ് ഒറ്റയാൻ. മരാളം എന്നാൽ അരയന്നത്തിന്റെ പര്യായ പദമാണ്. ബാക്കി ഈ തന്നിരിക്കുന്നതെല്ലാം ഈച്ചയുടെ പര്യായ പദങ്ങളാ. വർവണ, നീല, കണഭം എന്നിവ പര്യായ പദങ്ങൾ ടെലഗ്രാം ചാനലിൽ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 6, താഴെ പറയുന്നവയിൽ താമരയുടെ പര്യായ പദം അല്ലാത്തത് A, ശംബരമാണ്. ശംബരം എന്നാൽ മത്സ്യം, മീൻ എന്നാണ് അർത്ഥം. 7, സിനോണിം ഓഫ് ആംബിൾ. ആംബിൾ എന്നാൽ സ്പേഷ്യസ്. A, വിശാലമായ എന്നാണ്, വിശാലമായ. 8, താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതികൾ ഏതൊക്കെയാണ്? 1.25 കോടി മലയാളികൾ ശരിയാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി ശരിയാണ്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള, ഇത് 3 ശരി. 1, 2, 3 മാത്രം. ഈ 4ാമത്തെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും. ഇത് എഴുതിയത് EMS അല്ല, ഇത് PK ബാലകൃഷ്ണന്റെ കൃതിയാണ്. PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി രചിച്ച വ്യക്തിയാണ് PK ബാലകൃഷ്ണൻ. ഇനി ഞാൻ ഉറങ്ങട്ടെയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? കർണനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു കൃതിയാണ് ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും. അടുത്ത ചോദ്യം, 23ാം കേരള മന്ത്രിസഭയിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. R ബിന്ദു ആണ്. R ബിന്ദു. ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, അതുപോലെ സാമൂഹ്യനീതി വകുപ്പ് എന്നിവ R ബിന്ദു ആണ് കൈകാര്യം ചെയ്യുന്നത്. 10, നിലവിലെ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 3. ആരൊക്കെയാ? വീണ ജോർജ്, R ബിന്ദു, J ചിഞ്ചുറാണി എന്നിവരാണ് വനിതാ മന്ത്രിമാർ. 11, 15ാം കേരള നിയമസഭയിലെ വനിതാ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? C 12 ആണ്. 11 ആയിരുന്നു, ഇപ്പോ ഉമാ തോമസും കൂടെ വന്നപ്പോ 12 ആയി. 12ാമത്തെ ചോദ്യം, മറുപടി കിട്ടാത്ത കത്തുകൾ താഴെ പറയുന്നവയിൽ ആരുടെ കൃതിയാണ്? ഉമ്മൻചാണ്ടിയുടെ കൃതിയാണേ മറുപടി കിട്ടാത്ത കത്തുകൾ. അടുത്തത്, താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. D ആണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്, VS അച്യുതാനന്ദൻ. EK നായനാർ പങ്കെടുത്തത് മൊറാഴ സമരം, അതുപോലെ കയ്യൂർ സമരം എന്നിവയിലാണ്. കയ്യൂർ, മൊറാഴ എന്നീ സമരങ്ങളിലാണ് EK നായനാർ പങ്കെടുത്തത്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 അപ്പൊ അതിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. 14, വിമോചന സമരത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്, A. അടുത്തത് 15, താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണെന്ന് കണ്ടെത്തുക. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പൊ ഇത്രയാണ് 15 ചോദ്യങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ കുറച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ 1956 ശേഷമുള്ള കേരള രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. ഇച്ചിരി ഇരുന്ന് പഠിക്കാനുള്ളതായിരുന്നു. അപ്പൊ ഇന്ന് ഫുള്ള് നമ്മൾ ഏകദേശം ഈ ഒരു ടോപ്പിക് തന്നെയാണ് നോക്കിയത്. അപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക. അപ്പോൾ റിവൈസ് ചെയ്ത് കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പിന്നെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞു. മാർക്ക് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം.
താങ്ക് യു.